സ്വാതന്ത്ര്യത്തിന് വിലങ്ങാകുമോ ഇല്ല. ഈ ഒരു കോൺഫ്ലിക്റ്റ് തന്നെയാണ് ഈ സിനിമയിൽ. ഇതാണ് ശരി അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പറയുന്നില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ കാഴ്ചപ്പാട് തന്നെയാണ്. ഫാമിലി വേണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. അതേസമയം നമുക്ക് സ്വാതന്ത്ര്യം വേണം. എന്നാൽ ഫാമിലിയിൽ നിന്ന് അത് കിട്ടുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ മാക്സിമം കിട്ടുന്നുണ്ട്, ചന്ദ്രേട്ടനും കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനൊരു വിഷയമാണ്. മറ്റൊന്ന്, ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. ഒരുപാട് സിനിമകളിൽ പല പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മ ഉണ്ടാവും. ആമേനും ഒക്കെ ഉണ്ട് എൻ്റെ ലിസ്റ്റിൽ. പക്ഷേ ഇതിൽ എനിക്ക് പേഴ്സണലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ ജോണിൻ്റെ അമ്മ അറിയാമെന്നുള്ള സിനിമയാണ് സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം വന്നത്. പക്ഷെ അതിലൊരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ കുറവായിരുന്നു. കാരണം അതൊരു ടോട്ടൽ വർക്കായിരുന്നു. ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സിനിമയായിരുന്നു. ഒഡേസ എന്നുള്ള മൂവ്മെൻറ്റും ജോൺ അബ്രഹാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. അതിൽ അങ്ങനെ ഒരു ആക്ടർക്ക് വലിയ പോസിബിലിറ്റി ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ആകെ ആക്ടർ പോസിബിലിറ്റി ഉണ്ടായിട്ടുള്ളത് ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യം മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ആ ഒരു ഗ്രൂപ്പ് മൂവിയാണ്. ഇതിലങ്ങനെയല്ല. ഇതിൽ ശരിക്കും ഒരു പെർഫോമർക്ക് പെർഫോം ചെയ്യാനുണ്ട്. അത് ഈ ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ചന്ദ്രേട്ടനോട് ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പുകവലി നിർത്തിയ സമയമായിരുന്നത്. അദ്ദേഹത്തിനെ കൊണ്ട് വലിപ്പിച്ച് സിഗരറ്റിൽ കണക്കില്ല. ഞാൻ അത് രക്ഷപ്പെടാൻ എന്നെ ബുദ്ധിമുട്ടി. മദ്യപിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ നമ്മൾ മദ്യപിക്കുക. അത് കംപ്ലീറ്റ് കോളയാണ്. കോള കുടിച്ചിരിക്കും ഷുഗർ കൂടി. അവസാനം സങ്കടം തോന്നിയത് ചന്ദ്രേട്ടൻ തന്നെ പറഞ്ഞു, നീ രണ്ടെണ്ണം അടിച്ചോ എന്നാലും വേണ്ടത്. ഒരു ബാറിന് നമ്മളോർമ്മയുണ്ടോ, ബാറിനത്തെ ലൈബ്രറി. അങ്ങനെ ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമ. ഒന്ന്. രണ്ട്, ചന്ദ്രേട്ടനെ എനിക്ക് എത്രയോ വർഷം മുമ്പ് അറിയുന്ന, ബഹുമാനത്തോടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ, ഈ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന കോൺഫ്ലിക്റ്റാണത്. അപ്പോൾ എൻ്റെ ഉള്ളിലെ ഡയറക്ടറും ആക്ടറും പിന്നെ എന്നിൽ ജോണിൻ്റെ സ്വഭാവവിശേഷങ്ങൾ, ചന്ദ്രേട്ടൻ്റെ സ്വഭാവവിശേഷങ്ങൾ ഒക്കെ കൂടെ കലർന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അഭിനയ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ഈ ജോസ് സാമുവൽ എന്നുള്ള ക്യാരക്ടർ. അധികം പ്രേക്ഷകർ കണ്ടിട്ടില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം ഈ സിനിമയുടെ സ്വഭാവം വെച്ചിട്ട് അത് താല്പര്യമുള്ളവർ മാത്രമേ കാണുള്ളൂ. എങ്കിലും അത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. ബാക്കിയൊക്കെ ഞാൻ അഭിനയിക്കുകയായിരുന്നു. ഇതിൽ അഭിനയം കുറവാണ്. അവരുടെ പ്രത്യേകത. അതായത് ഇങ്ങനെയൊരു കഥാപാത്രം രചിച്ചതിലൂടെ താങ്കൾ എന്തെങ്കിലും പറയാൻ, അല്ലെങ്കിൽ കാണികളോട് എന്തെങ്കിലും പറയാൻ, അല്ലെങ്കിൽ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ഞാൻ വളരെ ബഹുമാനിക്കുന്ന രാമേന്ദ്ര ബാബു സാർ എന്നൊരു ക്യാമറമാനുണ്ട്. എൻ്റെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, KG ജോർജിൻ്റെ എല്ലാ പടങ്ങളുടെയും ക്യാമറമാൻ. അദ്ദേഹം ഈ സിനിമ തിരുവനന്തപുരത്ത് കണ്ടപ്പോൾ രേവതിയോട് കുറച്ച് രേവതി ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഈ സിനിമയിൽ ഇല്ലാത്തൊരു കഥാപാത്രം, വളരെ സ്ട്രോങ് ആയിട്ടൊരു കഥാപാത്രം രേവതിയാണ്. അപ്പോൾ ഇത് ഞാനും രേവതിയും തമ്മിലുള്ള ടെൻഷൻ, ഞാനും ജോയ് മാത്യുവും തമ്മിലുള്ള ടെൻഷൻ, ഞാനും ജോൺ അബ്രഹാമും തമ്മിലുള്ള ടെൻഷൻ, ഞാനും ചിന്തരവിയും തമ്മിലുള്ളതും പവിത്രനും തമ്മിലുള്ളതൊക്കെ ആയിട്ടുള്ള എല്ലാ ബന്ധങ്ങളും. കാരണം ഞാൻ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഓരോ സന്ദർഭത്തിലും അതിനകത്ത് മദ്യം ചെറിയ കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ജോണാണ്. കാരണം ജോൺ ഒരു ഡ്രോപ്പ് പോലും തുളുമ്പാതെ ആകെ നിഷ്കർഷയോടെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിൽ ജോണിനെ ഒരിക്കലും തെറ്റുപറ്റാറില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇത് ജോൺ. അതേപോലെ ചില സമയത്ത് ഞാൻ പറഞ്ഞ ചിന്തരവി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല ആളുകളും കൂടി ചേർന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളും ഒരുപാട് മനുഷ്യരും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ പ്രണാമമാണ് ഈ സിനിമ കാണുമ്പോൾ തന്നെ. ഇന്നും ഞാനിത് കാണുമ്പോഴും എവറി ടൈം ഐ സീ ദിസ് ഫിലിം ഐ ഗെറ്റ് ഇമോഷണൽ. കാരണം ഇത് ഓട്ടോബയോഗ്രാഫി എന്നല്ല പറയുന്നത്, ഓട്ടോബയോഗ്രാഫിക്കൊക്കെ മേലെ ഞാൻ ആയതും ഞാൻ ആവാത്തതും ഞാൻ ചെയ്യാത്തതുമായിട്ടുള്ള. അപ്പം അതിൻ്റെ അവസാനത്തിൽ ഐ ഗിവ് എ ഒരു വാചകമുണ്ട് അതിനകത്ത്, ദീസ് വൺ ഡ്രീം വിച്ച് ഐ കുഡ്ന്റ്. ആ സ്വപ്നം കണ്ടില്ല എന്നുള്ളത് എനിക്ക് എഴുതി തന്നത് എൻ്റെ മകനാണ്. അത് എൻ്റെ വരികളല്ല. എൻ്റെ മകനും ഇതിനകത്ത് വളരെയധികം പ്രോമിനൻ്റ് ആയിട്ടുണ്ട്. ഈ എഡിറ്റഡ് ദിസ് ഫിലിം, ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തവനാണ്. ആ പാട്ട് ഉണ്ടല്ലോ, ഒരു അറിയുമോ, എൻ്റെ സോങ് അവൻ ഷൂട്ട് ചെയ്തത്, അവൻ എഡിറ്റ് ചെയ്തതാണ്. അതിൻ്റെ അവസാനത്തെ ഫൈനൽ രൂപം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ വേറൊരു ക്യാമറയായിട്ട് അവനും
രേവതി ആയിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ. കാരണം അവനെ കൊണ്ട് അധികം കാശ് വഹിപ്പിക്കാനാണ് രേവതി. അപ്പോൾ അങ്ങനെ അവർ പോയി ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരങ്ങളിൽ വരും. അവർ വേറെ ഒരു ഷൂട്ട് ചെയ്യും. ഇപ്പോൾ രാധാകൃഷ്ണൻ അന്ന് ഞങ്ങൾ DA ചെയ്യുമ്പോൾ, രാധാകൃഷ്ണൻ ഞാൻ ഇതിനകത്ത് വളരെ ഓർമ്മിക്കുന്നു. കാരണം രാധാകൃഷ്ണൻ്റെ ഏറ്റവും ഗംഭീരമായ വർക്കാണ്. രാധാകൃഷ്ണൻ ഹിംസെൽഫ് വാസ് എ ഗ്രേറ്റ് വർക്ക്. ആ വർക്ക് ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഇല്ല. അതില്ലാത്തതും ഇന്ന് വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ജോയിയോടും പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആ പടത്തിൻ്റെ DA ചെയ്യുമ്പോൾ രാധാകൃഷ്ണൻ്റെ ഒരു ഗ്രേറ്റ്നസ് കൂടി ഞാൻ പറയാം. ആ DA ചെയ്യുന്ന സമയത്ത് മദ്രാസിൽ ആ DA ചെയ്യുന്ന ആൾ ഈ പാട്ട് കണ്ടപ്പോൾ, സാർ ഇത് ഗംഭീരമായി ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞു, അത് ഞാനല്ല ചെയ്തത്, വേറെ ഇത് പറയണമെങ്കിലുള്ള ഒരു ഈസിനെസ് ഇല്ല. മറ്റേതൊക്കെ ആ സമയത്ത് അത് കളയും അവർ. അങ്ങനെ പറഞ്ഞിരുന്ന ഒരാളാണ് രാധാകൃഷ്ണൻ. പക്ഷേ അതൊഴിച്ച് ബാക്കി എല്ലാം രാധാകൃഷ്ണൻ ചെയ്തിട്ടുള്ളതാണ്. ആ വർക്കിൻ്റെ മാക്സിമം രാധാകൃഷ്ണൻ്റെ വർക്കാണ്. പ്രത്യേകിച്ചും അവിടുത്തെ ഈവനിങ്സൊക്കെ ബഹ്റൈനിൻ്റെ തന്നെ സ്വഭാവത്തിനൊരു ഇതുണ്ട്, ഒരു കളർ സ്കീമുണ്ട്. അപ്പോൾ അതെ, അതൊരു വല്ലാത്തൊരു മൂഡ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. രാധാകൃഷ്ണൻ ഇത്തരം പൊതുവെ നമ്മൾ സിനിമക്കാർ പറയുമായിരുന്നു രാധാകൃഷ്ണനെ പറ്റി, ഒരു സന്ധ്യയും കുറച്ച് വെള്ളവും കിട്ടിയ രാധാകൃഷ്ണൻ ഹാപ്പി ആയിരുന്നു. വെള്ളത്തിൻ്റെ അടിയിൽ സന്ധ്യ പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ വർക്കൗട്ടൊന്നും ലൈറ്റൊന്നും വേണ്ട. അദ്ദേഹം പണ്ട് ജയരാജൻ്റെ കൂടെ ഒരു സിനിമ ചെയ്തു, ദേശാടനം. ആ ദേശാടനം എന്ന സിനിമയിൽ ലൈറ്റ് ഉപയോഗിക്കാതെയാണ് ആ സിനിമ ചെയ്തു. അപ്പോൾ അതിന് എന്താണ് ന്യൂ ജനറേഷൻ മറ്റായിരുന്നു ആ കമ്പനിയുടെ പേര്. ശ്രീരാമൻ പറയും ജനറേറ്റർ ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. ജനറേറ്റർ ഇല്ലാത്ത സിനിമകൾ ചെയ്യാനായിരുന്നു രാധാകൃഷ്ണൻ. അപ്പോൾ രാധാകൃഷ്ണൻ്റെ താല്പര്യമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സൈഡ് സംഭവങ്ങളുണ്ട്. സിനിമ എപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് ഒരു പഴയ സിനിമ നമ്മൾ കണ്ട ഷൂട്ടിംഗ്. ഇന്നിപ്പം ജോയി ഞാനും കൂടി പറഞ്ഞത് 11 വർഷമായി ഞങ്ങളിത് ചെയ്ത്. ആ 11 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ് ഈ സിനിമ. അപ്പോൾ അന്നേരത്ത് നമ്മൾ സിനിമയല്ല ഞാനും ഇതിനകത്ത് കാണുന്നത്, ആ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഞങ്ങളുടെ അവിടെ സിനിമയെ ശരിക്കും ആക്സസ് ചെയ്യാനെന്ന് എനിക്ക് ഒരിക്കലും സാധിക്കാറില്ല. എൻ്റെ ഒരു സിനിമയും ഞാൻ ആക്സസ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ സിനിമ ഞാൻ ഓൾറെഡി ജീവിച്ചു തീർത്ത സിനിമകളാണ് ഞാൻ കാണിക്കാറ്. ഓൾമോസ്റ്റ് റീകൗണ്ടിങ്ങാണ്, ഒന്നും പുതിയതല്ല, റീകൗണ്ട് ചെയ്യുക. അപ്പോൾ അതിൽ റീകൗണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു അനുഭവമുണ്ട്. അത് കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ ഇന്നലെ ഞാൻ പൊന്തമ്മോടെ കണ്ടപ്പം ഇന്നലെ ഞാൻ പറയുകയും ചെയ്തു, നസറുദ്ദീൻ ഷാ അങ്ങോട്ട് തിരിയുന്ന ആ മോമെൻ്റ് ആലോചിച്ച് എനിക്ക് ഇന്നലെ വാസ്തവത്തിൽ ഞാൻ കരഞ്ഞു. കാരണം അന്ന് അതിനകത്ത് നസറുദ്ദീൻ ഷാ പറഞ്ഞ വലിയൊരു രസമായ ഒരു സന്ദർഭം കൂടിയുണ്ട്. അതിൽ ഈ അയാളിങ്ങനെ അയാളുടെ ഭാര്യ മരിച്ചു എന്നുള്ള ഇൻഫർമേഷൻ വരുമ്പോൾ അയാൾ പുറകോട്ട് വലിയുന്ന ഒരു കസേരയിലിരുന്ന് അയാൾ കേൾക്കുമ്പോൾ അയാളുടെ കണ്ണിങ്ങനെ കണ്ണ് ചുവന്ന് കണ്ണിന് വെള്ളം വരും. അപ്പോൾ ഗ്ലിസറിനില്ല, ഒന്നുമില്ല. ഈ വാസ് ജസ്റ്റ് ട്രൈ. അപ്പോൾ നമുക്ക് ഷൂട്ടിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ആ ഒരു ശബ്ദമില്ല. അപ്പോൾ ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ക്രാങ്ക് ചെയ്യുന്നതിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നോട് പറഞ്ഞു, കട്ട് ചെയ്യാൻ പറ. അപ്പോൾ ഞാൻ പറഞ്ഞാലേ അത് കട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് കട്ട് ചെയ്യാൻ പറയാൻ പറ്റുന്നില്ല. ആ രാത്രി അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് വീഴ്വായിലൊക്കെ ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാനും വീണും നസീറുണ്ട്. അപ്പോൾ ഞങ്ങൾ നസീറിനോടൊരു ചോദ്യം ചോദിച്ചു, ഇതെങ്ങനെ ഈ കരച്ചിൽ വരുന്നു? അപ്പോൾ നസീർ പറഞ്ഞു, ഐ വാസ് തിങ്കിങ് അബൌട്ട് മൈ ടുമോറോസ് മലയാളം ഡയലോഗ്സ്. നാച്ചുറലി ടീയേഴ്സ് കെയിം ടു മീ. അതായത് അത് അത്രയും ഹ്യൂമർ സെൻസ് ഉള്ളൊരു മനുഷ്യനാണ്. ഇതൊക്കെയാണ് ഞാൻ ആലോചിക്കുക. അല്ലാതെ ഈ സിനിമ എന്താണെന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. സിനിമ എന്ന സമയത്തോളം എൻ്റെ ഒരു അനുഭവമാണ്. ഈ അനുഭവത്തെ ഞാൻ എങ്ങനെ മറ്റുള്ളവർക്ക് അനുഭവിപ്പിക്കുന്നു എന്നുള്ളതാണ് എല്ലാ സിനിമകളുടെയും സ്വഭാവമായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. നമ്മൾ മാത്രം പറയുന്നതല്ല, എല്ലാ സിനിമകളിലും അങ്ങനെയാണ് ആവേണ്ടതെന്ന് തോന്നുന്നു. ആ അർത്ഥത്തിൽ ഇറ്റ്സ് ഒരു പഴയ കാലത്തേക്കുള്ളൊരു തിരിച്ചു പോക്കും അതിൻ്റെ ഒരു വിമ്മിഷ്ടവും എനിക്കുണ്ട്. ഇറ്റ്സ് ബിറ്റ് ഫുൾ ഹിയർ, പ്രത്യേകിച്ചും ഈ പകയനടുത്തിരിക്കുകയും ചെയ്യുമ്പോൾ. കാരണം ഞാൻ എൻ്റെ സിനിമയിൽ ഓഫ് കോഴ്സ് മമ്മൂട്ടിയുടെ ഞാൻ 3 സിനിമകൾ ഇതിൻ്റെ വളരെയധികം കമ്മ്യൂണിക്കേഷനുള്ള ഒരു നടനാണ് എനിക്ക് മമ്മൂട്ടി കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ പുള്ളിയല്ല. അപ്പോൾ ഈ പ്രത്യേകിച്ചും ഈ ഒരു സിനിമയിൽ, ഇനിയും വേറെ സിനിമയിലൊക്കെ ചിലപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇവരെ ഞാൻ അഭിനയിപ്പിക്കുന്നൊക്കെ വരും. പക്ഷേ ഈ ഒരു വർക്ക് എനിക്ക് ഒരിക്കലും വിട്ടുപോകാത്ത ഒരു ക്യാരക്ടറാണ്. ഞാൻ ആലോചിച്ചതിനേക്കാളൊക്കെ എത്രയോ 10 മടങ്ങാണ് ഇവന് അതിലെ ഫസ്റ്റ് അപ്പിയറൻസസ് എത്തുന്നത്. അന്ന് ആ സിനിമയിൽ ഏറ്റവും നല്ല അഭിനേതാവ് ഇവനോടൊപ്പം ഇവൻ്റെ ആ കോട്ടാണ്. അധികം കൊണ്ടുവന്നതാണ്, നമ്മൾ കൊണ്ടുവന്നല്ല, അഭിനയിക്കാൻ വരുമ്പോൾ കൂട്ടുമുണ്ടാകും. ആ കോട്ടാണ് അതിലെ പ്രധാന കഥാപാത്രം. ശരി, ആ കോട്ടില്ലാതെ അവന് കാണാൻ പറ്റില്ല. ആ തരത്തിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു എനിക്ക്. അതേ സമയത്ത് വേറൊരു കാര്യം എനിക്ക് ഈ സിനിമ വീണ്ടും കാണുമ്പോൾ മനസ്സിലാകുന്നത് അതിൻ്റെ സംഗീതമുണ്ട്. അതിൻ്റെ സംഗീത സംവിധാനം കൂടെയുണ്ട്, സന്ദീപ്. ഇറ്റ്സ്
വീട് പോവാൻ. അപ്പം അത് ഇപ്പം ഞാൻ പറയുകയും ചെയ്തു. കൽക്കട്ടയിൽ ഞാൻ ഗൗതം ഘോഷ് സിനിമ കണ്ടു, കൽക്കട്ടയ്ക്ക് കണ്ടു. ഗൗതം ഘോഷ് എന്നോട് പറഞ്ഞു ഹൂ ഇസ് എ മ്യൂസിക് ഡയറക്ടർ, കാരണം അയാൾ ഈ ഹിംസലിന്റെ മ്യൂസിക് ഡയറക്ടർ. അയാൾ ഉടനെ പറഞ്ഞു അവനോട് പറയൂ ഇറ്റ്സ് എ ഗ്രേറ്റ് വർക്ക്. ഇപ്പം ഗൗതം ഘോഷിൻ്റെ നിന്ന് കിട്ടുന്നത് വലിയൊരു, അന്ന് രാത്രി തന്നെ ഞാൻ സന്ദീപിനെ അയച്ചു. അപ്പോൾ സന്ദീപിൻ്റെ വർക്ക്, രാധാകൃഷ്ണൻ്റെ വർക്ക്, പിന്നെ ആ കംപ്ലീറ്റ് ഗ്രൂപ്പ് മനുഷ്യർ, എൻ്റെ അടുത്തിരിക്കുന്ന ഈ മഹാൻ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്, അവനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ ജോയി പറയുന്ന ഇന്നാണെങ്കിൽ ഈ റോളിന് പോലും പിന്നെ അഭിനയിപ്പിക്കാൻ, കാരണം ഇവനിപ്പോ പ്രസിദ്ധ നടനാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്, വിശ്വാസം വരും. അപ്പൊ ഇതൊക്കെയാണ് സ്ഥിതി. അയലിനുണ്ട്, അയലിനൂടെ അയലിനകത്ത് അഭിനയിക്കുന്നുണ്ട്, അഭിനയിക്കും. പക്ഷെ അയലിനൊക്കെ ഇതിന്റെ കൂടെ തന്നെ യാത്ര ചെയ്ത മനുഷ്യരാണ്. ചന്ദ്രൻ്റെ ഏറ്റവും ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഫിലിമായിട്ടാണ് ഞാൻ ഇത്ര കാലം, ഇത് 4-ാമത്തെ 5-ാമത്തെ പ്രാവശ്യം ഞാൻ തിയേറ്ററിൽ കാണുകയാണ് ഇപ്പോൾ, അല്ലാതെ ലാപ്പിൽ പല പ്രാവശ്യം എഴുതാനൊക്കെ വേണ്ടി കണ്ടിട്ടുണ്ട്. പിന്നെ ജോയ് മാത്യുവിൻ്റെ മാസ്റ്റർ പീസാണ്. പിന്നെ ഞാൻ പറയാനൊക്കെ നമ്മളെ ചന്ദ്രേട്ടൻ പറഞ്ഞു, ഇതിലെ മ്യൂസിക് ഇതിൻ്റെ ഒരു ആത്മാവ് ഡിഫൈൻ ചെയ്യുന്ന വലിയൊരു റോളുണ്ട്. അങ്ങനെ ഹോണ്ടിങ് ആണ്, വളരെ ഗംഭീരമാണ്. പിന്നെ യാദവനെ മാത്രമാണ് നമ്മളോട് മിസ് ചെയ്യുന്നത്. പൊതുവെ ഈ ഹീറോ അല്ലെങ്കിൽ ദ മെയിൻ പ്രൊട്ടഗണിസ്റ്റിന് പവർ കൊടുക്കുന്ന ഒരു കൗണ്ടർ കഥാപാത്രമുണ്ട്. അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്ത് മൈഥിലിയുടെ കഥാപാത്രം. അതിനെ സൃഷ്ടിയെക്കുറിച്ചൊന്ന് അല്പം പറയാമോ? എങ്ങനെയാണ് അത് ഫോമുലേറ്റ് ചെയ്തൊരു ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആ ക്രിയേഷൻ കൊണ്ടാണ് കൗണ്ടർ ഈ മെയിൻ ജോയിയുടെ കഥാപാത്രത്തിനകത്ത് ആ എലിവേഷൻ വരുന്ന ഫീലിങ്ങിൻ്റെ. സിനിമയിൽ തന്നെ ഒരു രംഗത്ത് ജോയിയുടെ ക്യാരക്ടർ ബാബു വെച്ചുകളോട് പറയുന്നുണ്ട്, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കക്ഷിയെ എനിക്ക് കിട്ടി. ഹി ഹാസ് ബീൻ ആസ് എ ഫിലിം മേക്കർ, ഹി ഹാസ് ബീൻ കണ്ടിന്യൂസ്ലി. അത് എൻ്റെ വാചകമാണ്. കാരണം ഞാൻ എൻ്റെ എല്ലാ സിനിമകളിലും ഒരു സ്ത്രീയെ അന്വേഷിക്കുക. എൻ്റെ സിനിമകളിൽ സ്ത്രീകൾ വരുന്നത് യാദൃച്ഛികമല്ല. മൈ ഫിലിം ഇറ്റ് ഓൾവേസ് ഈസ് ഒരു സ്ത്രീക്ക് വേണ്ടി അന്വേഷണം. ആ സ്ത്രീയെ ഞാൻ എവിടെയെങ്കിലുമോ കാണും, പക്ഷെ ആ സ്ത്രീ കയ്യിൽ നിന്ന് ഒഴിവായി പോകും. ഇതുവരെ മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല. ഈ ക്യാരക്ടറും അത് തന്നെയാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവള് ഇയാളോട് പറയുന്നു, സാർ എനിക്ക് നിങ്ങളോട് റെസ്പെക്ട് ഉണ്ട്, ബട്ട് ഐ കനോട്ട് ലവ് യു. ആ പറയുന്നതിൻ്റെ ഒരു ഈസിനെസ് ഉണ്ടല്ലോ. ആൻഡ് ഷീ സേസ് ഷീ ഹാസ് എ ഹസ്ബൻഡ് ഹു ഈസ് കംപ്ലീറ്റ്ലി യൂസ്ലെസ്, ഒരു വെജിറ്റബിളാണ്. പക്ഷേ അവസാനം വരെ ഞാൻ അയാളെ നോക്കും എന്ന് പറയുന്ന ഒരു സ്ത്രീ. ആ സമയത്ത് ആ സ്ത്രീക്ക് വേറെ പലതരം റിലേഷൻഷിപ്പ് ഉണ്ട്, അവൾ എല്ലാവരോടും ചിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ ഒരു സ്ത്രീയെ എന്തെങ്കിലും മുഴുവനായിട്ട് കിട്ടിയാൽ ഞാൻ ഫിലിം മേക്കിംഗ് വരെ നിർത്തും. പക്ഷെ അത് കിട്ടും തോന്നുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം ഇതിലെ ആ ജോസ് സെബാസ്റ്റ്യൻ പൂർണ്ണമാവണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആ സ്ത്രീ വേണം. ആ സ്ത്രീയാണ് അവളെ പൂർണ്ണമാക്കുന്നത്. തീർച്ചയായും അതെ അതെ. അപ്പൊ അത് അല്ല, അത് that has been haunting me for a very സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. കാരണം അതിനൊരു പ്രത്യേകിച്ച കാരണം എന്നോട് പലരും ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് സ്ത്രീകളെ കുറിച്ച് സിനിമ കൂടുതലെടുക്കുന്നു? ബിക്കോസ് അല്ല, ഞാൻ അതിനും കൂടിയുള്ളതാണ്. ബിക്കോസ് ഐ എം എ മാൻ. ഞാനൊരു ആണായതുകൊണ്ട് പെണ്ണുങ്ങളെ തന്നെ ആലോചിക്കുന്നത്, പെണ്ണുങ്ങളെ പറ്റി തന്നെ ആലോചിക്കുന്നത്. പെണ്ണുങ്ങളോടാണ് സല്യൂട്ട്. എല്ലാ പെണ്ണുങ്ങളെയും, ലോകത്തിലെ സകല പെണ്ണുങ്ങളെയും ഞാൻ സല്യൂട്ട് ചെയ്യും. കാരണം പെണ്ണുങ്ങൾ, സ്ത്രീ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇല്ലെങ്കിൽ ഈ ഭൂമി ഉണ്ടാവില്ല. അപ്പോൾ ആ സ്ത്രീയെ ഇതിലും ഒരു പീസ് പറയുള്ളൂ. നമ്മൾ ഈ വളരെക്കാലം ഫിലിം സൊസൈറ്റി ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പല മാസ്റ്റേഴ്സിൻ്റെയൊക്കെ സിനിമകൾ കണ്ടതിന് ശേഷം ഇത് കാണുമ്പോൾ ഇത് വാസ്തവത്തിൽ ഞങ്ങൾക്കൊരു ഒരു പാലിംസെസ്റ്റാണ്. അതായത് ഈ സിനിമ ഒരു മെറ്റാ സിനിമ മാതിരി വേൾഡ് ക്ലാസിക്സിൻ്റെ ഒക്കെ അടരുകൾ നമുക്കതിൽ നിന്ന് എനിക്ക് അത് ഫീൽ ചെയ്തു. അത് ചന്ദ്രൻ മാഷ് അത് ബോധബോധമാണോന്ന് അറിയില്ല. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് റോസ് ബെഡാണ്. ജോസ് സെബാസ്റ്റ്യൻ ആ ബാറിലേക്ക് അവസാനം പോകുമ്പോഴും ഒരു റോസ് ബെഡിൻ്റെ ഇമേജ് അവിടെ ഉണ്ട്. അത് മാത്രമല്ല, അത് ആ റോസ് ബെഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഈ ജോസ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കഥാപാത്രം അവസാനം നടന്നു പോകുന്നതും അദ്ദേഹത്തിൻ്റെ ട്രാജഡി വരുന്നതും ഒക്കെ ആ സിറ്റിസൺ കെയിൻ്റെ ആ ഒരു അടരവിടെ കാണാൻ സാധിച്ചു. പിന്നെ ഈ ഹോണ്ടിങ് മ്യൂസിക് ബിഗ് സല്യൂട്ട്. അതും ആ ഗൾഫിൻ്റെ ഫോട്ടോഗ്രാഫി എല്ലാം കൂടി വന്നപ്പോഴത്തേക്കും നമ്മൾ വേറെ ഏതോ ലോകത്തിൽ പോയി. സത്യം പറഞ്ഞാൽ പഴയ കണ്ടുമറന്ന പഴയ വേൾഡ് ക്ലാസിക്സിൻ്റെ ഓർമ്മകളിലേക്ക് പോകാൻ സാധിച്ചു. പിന്നെ ആക്ടിങ്, ഓഫ് കോഴ്സ് ജോയ് മാത്യുവിൻ്റെ ആക്ടിങ് എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും ആ പല രംഗങ്ങളിലും എനിക്ക് ഫീൽ ചെയ്തത് സിറ്റിസൺ കെയിൻ ഓഫ് കോഴ്സ് അവിടെയുണ്ട്. ഓർസൺ വെൽസിൻ്റെ ഒരു
ഒരു സാന്നിധ്യം എനിക്ക് അത് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ പിന്നെ ഫെല്ലിൻ, എനിക്കറിയില്ല, ചന്ദ്രമാഷോട് ചോദിക്കുകയാണ്, ഇവരുടെയൊക്കെ സാന്നിധ്യം എങ്ങനെ ഒരു ഹോണ്ടിങ് പ്രസൻസ് മാസ്റ്റേഴ്സിൻ്റെയൊക്കെ പ്രസൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അത് ഈ റോസ് ബഡും സിറ്റ്സൺ കെയിനും ഒക്കെ ബോധപൂർവമായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ബിക്കോസ് ചന്ദ്രമാഷി പഴയ സിനിമകളുടെയൊക്കെ ക്ലാസിക്സിൻ്റെയൊക്കെ ആളാണ്, ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞൊക്കെയാണ്. അതിനെക്കുറിച്ചൊന്ന് ഈ ഒരു പാലിൻസിസ്റ്റിൻ്റെ ഒരു പ്രസൻസ് ഒന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ ജീവിതത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഫിലിം മേക്കേഴ്സ് ഓർസൺ വെൽസാണ്. നോട്ട് ഓൺലി ഫോർ സിറ്റ്സൺ കെയിൻ, മാഗ്നിഫിസന്റ് അംബിഷൻസ് ആയാലും ശരി, അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളും, ഒളിഞ്ഞുപോയ വർക്കുകളും. മാത്രമല്ല എനിക്ക് പലപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടൊരു ഫിലിം മേക്കറാണ്. യുനോ, അയാൾ എന്നെ ഒരുപാട് സ്വാധീനിക്കുകയല്ല ചെയ്യുന്നത്, ടോർമെൻറ്റ് ചെയ്തിട്ടൊരു മനുഷ്യനാണ്. കാരണം അയാൾ അത്തരം ടോർമെൻറ്റുകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ താല്പര്യമുള്ളൊരു വിഷയം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ് ഐ ലൈക്ക് ഈസ് ജാക്ക് നിക്കൽസൺ. ജാക്ക് നിക്കൽസൺ എനിക്ക് ഭീകരമായി ഇഷ്ടമാണ്, 1, 2 സിനിമകളൊക്കെ. അപ്പോൾ ഓർസൺ വെൽസും ജാക്ക് നിക്കൽസണും എങ്ങനെയായിരിക്കും എന്ന് ഞാനെന്ന് ആലോചിച്ചപ്പോൾ ഐ ഹാപ്പൻ ടു റീഡ് എ ബുക്ക് ഓൺ ഓർസൺ വെൽസ്. അത് ഓർസൺ വെൽസുമായിട്ട് ലഞ്ച് ടൈം ഡയലോഗ്സ് പറഞ്ഞിട്ട് ഒരു നീണ്ട പുസ്തകം. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഹി വാണ്ടഡ് ടു കാസ്റ്റ് ജാക്ക് നിക്കൽസൺ. ജാക്ക് നിക്കൽസൺ അയാൾക്ക് വലിയ കാര്യമായിരുന്നു. പക്ഷേ ഇയാൾക്ക് ജാക്കിൻ്റെ പൈസ കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ജാക്ക് വാങ്ങിക്കുന്നത് വലിയ തുകയാണ്. ജാക്ക് ഓൾസോ വാണ്ടഡ് ടു ഡു ദിസ് ഫിലിം വിത്ത് ഹിം. പക്ഷേ അയാൾക്ക് പൈസ കുറച്ചാൽ, ഈ ഹോളിവുഡിൻ്റെ സിസ്റ്റം ഉണ്ടല്ലോ, ഒരു പടത്തിൽ പൈസ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു നോമായി തീരും. അതുകൊണ്ട് അയാൾക്ക് ആ സിനിമ ജാക്ക് നിക്കൽസൺ അഭിനയിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം മറ്റു പലരെയും ഇതിൻ്റെ ആൾക്കാർ ചോദിക്കുന്നു. ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ഡെസ്റ്റിനി ഓഫ് മാൻ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുള്ളന്മാരെ വെച്ച് സിനിമ എടുക്കാറില്ലെന്നാണ് ഓർസൺ വെൽസ് പറഞ്ഞു. കാരണം അയാൾക്ക് ഇയാൾ മതി, അതുകൊണ്ട് ആ സിനിമ വേണ്ടാന്ന് വയ്ക്കുക. അപ്പോൾ ആ സിനിമ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പല സിനിമകളും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ട ആൾക്കാരെ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങൾ അയാൾക്കും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ഫിലിം മേക്കറാണ്. മാത്രമല്ല ആദ്യത്തെ സിനിമ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം മേക്കർ ആയെങ്കിൽ പോലും അമേരിക്ക പുറത്താക്കി പിന്നീട് പ്രൊഡ്യൂസറെ കിട്ടാതെയൊക്കെ അലഞ്ഞു നടന്നൊരു മനുഷ്യനാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അമേരിക്ക പുറത്താക്കിയിരിക്കുന്നത് സ്വയം പുറത്താക്കപ്പെട്ട് പ്രൊഡ്യൂസറെ കിട്ടാതെ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ പിന്നെ ഫെല്ലിനി ഈസ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഫോർ മീ. ഐ ഓൾവേസ് ഫൈൻഡ് മാർസലോ മസ്ട്രിയാണി എന്ന് നടന്നിട്ടുണ്ട്. ഞാൻ അയാളുമായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം മാർസലോ മസ്ട്രിയാനാണ് ഏറ്റവും കൂടുതൽ ഫെല്ലിനി പടങ്ങളിലും, അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ആർട്ട് സിനിമയുടെ മുഖമായിരുന്നു മാർസലോ മസ്ട്രിയാണി. ഓൾമോസ്റ്റ് ഈവൻ ആന്റോണിയോയുടെ സിനിമയിലും എല്ലാത്തിലും അയാളുണ്ട്. അയാളുടെ ഒരു രീതി ഞാൻ എങ്ങനെയോ ജോയിൽ കണ്ടു. അപ്പോൾ അതിലും വലിയൊരു കോംപ്ലിമെന്റും ജോയിക്ക് കൊടുക്കാനില്ല, മനസ്സിലായില്ല. അത് നോൺ ലീനിയറായിട്ട് വന്നതുകൊണ്ടായിരിക്കാം കൂടുതൽ ഡയറക്റ്റായിട്ട് ഒരു കഥയില്ലാതെ ഇരുന്നിട്ടും പല ക്യാരക്ടേഴ്സിലൂടെ കഥ പറയുന്ന ഒരു രീതിയാണ് ഇതിൽ കാണുന്നത്. അതിൽ മൈഥിലി അവതരിപ്പിച്ച സ്ത്രീ കഥാപാത്രം വളരെ ശക്തമായൊരു കഥാപാത്രമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരായണം എന്ന സിനിമയിൽ അരവിന്ദൻ അവതരിപ്പിച്ച ഒരു ക്യാബറ നർത്തകിയുടെ ഒരു മഹാറാണി ഹോട്ടലിൽ ക്യാബറ നർത്തകി ഡാൻസ് കഴിഞ്ഞ് ഒരു കൊച്ചിന് പാലൂട്ടുന്ന ഒരു രംഗമുണ്ട്. വളരെ ടച്ചിങ്ങാണത്. കാരണം അവർ ജീവിക്കാൻ വേണ്ടി ഈ ക്യാബറ നർത്തകി വേഷം ചെയ്യുമ്പോഴും അവരുടെ മാതൃത്വം അതിൽ പ്രോമിനൻ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ NN പിള്ളയുടെ കാബാലിക എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട്. അതായത് അതിൽ ഷീല അഭിനയിക്കുന്ന ഒരു കഥാപാത്രം, ബഹദൂർ അഭിനയിക്കുന്ന ഒരു കഥാപാത്രം. ഷീലയുടെ ഭർത്താവാണ് ബഹദൂർ എന്ന് ബഹദൂർ അറിയുന്നില്ല. വളരെ ടച്ചിങ് ആയിട്ടൊരു മൊമെൻ്റാണ്. പറഞ്ഞു വരുന്നത് ഇതാണ്, മൈഥിലിയുടെ ആ ക്യാരക്ടർ വളരെ ശക്തമായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. സാർ പറഞ്ഞ മാതിരി മൈഥിലിയുടെ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഭാഗം നന്നായത്. അത് ഒരു മത്സരാധിഷ്ഠിത അഭിനയമായിരുന്നു അല്ലേ. ഭയങ്കര ഹൈലി ടാലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണത്. അവരുടെ ചേഷ്ടകളും ഭാവങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിരുന്നു. രണ്ടു കൂട്ടരും അങ്ങനെ മത്സരിച്ച് അഭിനയിക്കുമ്പോഴാണ് നമുക്ക് ആ ക്യാരക്ടറിലേക്ക് എത്താൻ പറ്റുക. പിന്നെ ഇതിൽ സങ്കടകരമായ ഒരു കാര്യം, ഞാൻ അഭിനയിച്ച പല ഭാഗങ്ങളും ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് അലഞ്ഞു നടക്കുന്നതുണ്ട്, പിന്നെ ഒരു
ഒരു ഡോർ തുറന്ന് പുറത്തിറങ്ങുന്നത്, ഇങ്ങനെ കുറച്ചൊരു സീനുകളുണ്ട്. അങ്ങനെ ആ ട്രാജഡിയിലേക്ക് വന്നിട്ടാണ് ഇയാൾ ആ പാലത്തിന് മുകളിൽ ചാടുന്നത്. അത് മാത്രം പറയാം ഞാൻ, പാലത്തിന് മുകളിൽ നിന്നുള്ളത് അത് ശരിക്കും ഞാൻ അന്ന് വീണ് പോയിരുന്നു. അതിക്രൂരമായിട്ടാണ് അദ്ദേഹം എന്നോട് പെരുമാറിയതെന്ന്. അതായത് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ എന്നാ ബഹ്റിനിൽ പോയ ആൾക്കാർക്ക് അറിയാം, കോസ്വേ ബ്രിഡ്ജ്, അതിലൂടെ അവിടെ നിന്നാൽ തന്നെ വാഹനങ്ങൾ, ഈ സൗദിയിൽ നിന്ന് പോകുന്ന വാഹനങ്ങളും തിരിച്ചു പോകുന്ന വാഹനങ്ങളുടെയും സ്പീഡ് കാരണം ജർക്ക് ചെയ്യും, ആ പാലം ജർക്ക് ചെയ്യും. താഴെയാണെങ്കിൽ അഗാധമായ കടല്. എന്നോട് പറഞ്ഞാൽ അവിടെ കയറി നിൽക്ക്. ഇവരൊക്കെ ദൂരെ പോയി, ലോങ് ഷോട്ടാണ്, വളരെ ദൂരെ പോയി, വിളിച്ചാൽ പോലും കേൾക്കില്ല. എൻ്റെ മൊബൈൽ കീശയിലിട്ടു, അതിൽ ഞാൻ ആക്ഷൻ പറയും, അപ്പോൾ നീ അഭിനയിച്ചോടുക. ഞാനിവിടെ നിന്നിട്ട് ഹൈറ്റ് ശരിയാവുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു സ്റ്റൂള് കൊണ്ടുവന്നു, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റൂള്, ദൈവമേ, അതിൻ്റെ മുകളിൽ എന്നെ കയറ്റി നിർത്തി. ബാലൻസ് കിട്ടുന്നില്ല. അവസാനം നമ്മളെ പട്ടണം റഷീദ്, നമ്മളെ മേക്കപ്പ് മാൻ പട്ടണം റഷീദ്, അയാൾ വന്ന് താഴെ നിലത്ത് പിടിച്ചത്. ചന്ദ്രൻ അവിടെ ആക്രോശിക്കുകയാണ്, ആക്ഷൻ, ഇവൻ എന്താ കാണിക്കുന്നത് അവിടെ? ഞാനവിടെ ജീവൻ മരണം പോരാട്ടാ. ഈ വെള്ളത്തിൽ വീണ എനിക്ക് നീന്തും അറിയില്ല, ഇവരൊന്നും വന്നു നോക്കൂല. ഷോട്ട് ഓക്കെ എന്ന് പറഞ്ഞ് ഇവരെ വിട്ടുപോകും. പക്ഷേ ഞാൻ പിന്നെ 2-3 പ്രാവശ്യം ബഹ്റിനിൽ പോയി. അപ്പോൾ പോകുമ്പോഴൊക്കെ തന്നെ ഈ ഓർമ്മകൾ വന്നിട്ട് നമ്മൾ വല്ലാതെ ഹോണ്ട് ചെയ്യും. ഈ 30 ദിവസം അവിടുത്തെ എല്ലാത്തിനും അനുഭവം വരും, ഒരു ഫാമിലിയുമായി ഉള്ളൊരു അനുഭവം. പിന്നെ ഈ പാലത്തിൻ്റെ ഓർമ്മകൾ, ഒരുപാട് മനുഷ്യരുടെ ഓർമ്മകളുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയി മാറിയത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മകളായിരുന്നു. Again, it's almost 10 years since we did this, but one thing I can say for sure is the freedom that Chandran sir gave me on this and said, you just think, you paint your imagination through music. No, just let me be. And some of the discussions, I'm actually missing Yadavan a lot, because Yadavan kore brainstorming, he approach edutha ingane irkum. So he also just let me, just said, just paint your imagination, do your thing. Appa aa oru freedom tannayinu nanni, because it allowed me to really explore myself. I discovered a lot of things about myself through this film, so it is very special. It's a very, very special film. ചന്ദ്രന് ഈ ഒരു സ്ക്രിപ്റ്റിന് ഇങ്ങനെ എക്സാക്ട് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയതിന് എല്ലാവരും കൂടെ അത് പോസിബിൾ ആക്കിയത് സന്തോഷമുണ്ട്.